പവർഫുൾ ക്യാരക്ടേഴ്സ് ചെയ്യാൻ മഞ്ജു വാര്യനാണോ എല്ലാരും തിരഞ്ഞെടുക്കുന്നത്? അത് എനിക്ക് എൻ്റെ ഒരു ഭാഗ്യമാണ് എന്നുള്ളത് എനിക്ക് വളരെ എന്താ പറയാ എളിമയോടെ ഞാൻ പറയും. ഇതൊന്നുമല്ല, അടുത്ത ജാക്ക് ആൻഡ് ജിൽ സന്തോഷ്. ജാക്ക് ആൻഡ് ജിൽ അത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് വീണ്ടും ഇപ്പൊ ഈ രണ്ടാമത് സിനിമകൾ ചെയ്തു തുടങ്ങിയപ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ വ്യത്യസ്തം എന്ന് പറയാവുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങള് എനിക്ക് വേണ്ടി ആലോചിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ച് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, എന്റെ ആക്ച്വലി ചേച്ചി പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു ചോദ്യം മനസ്സിലേക്ക് വരുന്നത്. ഈ ഒരു ബ്രേക്ക് ചേച്ചി ഇപ്പോ ചേച്ചി നോക്കുമ്പോൾ ബ്രേക്ക് എങ്ങനെ എന്ത് പറയുന്നത് അതൊരു വളരെ പോസിറ്റീവായിട്ട് വർക്ക് ചെയ്തിട്ട് ചേച്ചി തോന്നുന്നുണ്ട്? ലൈക്ക് തീർച്ചയായിട്ടും പോസിറ്റീവ് തന്നെയാണ്. എന്ത് സംഭവിക്കുന്നതും നല്ലതിനാണ്. ആ ബ്രേക്കിന്റെ സമയത്ത് ഞാൻ അങ്ങേയറ്റം സന്തോഷവതിയായിരുന്നു. ചേച്ചിയോടൊപ്പം വർക്ക് ചെയ്ത ഒരുപാട് ഡയറക്ടേഴ്സ് പറയുന്നത്, അതായത് ക്യാമറ റോളിന് മുമ്പിലുള്ള ഒരു മഞ്ജു, അതിനുശേഷമുള്ള മഞ്ജു, അത് എൻ്റെ ഡിഫറെന്റ് ആണെന്ന് പറയാം. അപ്പൊ ചേച്ചി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഹൗ ഡു യു പ്രിപ്പയർ യുവർ സെൽഫ് ഒരു ക്യാരക്ടർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്? അങ്ങനെ പ്രിപ്പറേഷൻ ഒന്നും ചെയ്യാറില്ല ഞാൻ. എനിക്ക് അതിനുള്ളൊരു ഉത്തരമില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു സിസ്റ്റം അങ്ങനെ പ്രിപ്പയർ ചെയ്താൽ അങ്ങനെ ഞാൻ ചെയ്യാറില്ല. ചില സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ച് നമ്മൾ പ്രിപ്പയർഡ് ആവേണ്ടി വരാറുണ്ട്. ചില സമയത്ത് ഒട്ടും പ്രിപ്പയർഡ് അല്ലാതെ ചെയ്യേണ്ടി വരാറുണ്ട്. പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്നത് ചിലപ്പോൾ മോശമാവാറുണ്ട്. പ്രിപ്പയർ ചെയ്യാതെ ചെയ്യുന്നത് നല്ലതാണെന്ന് മറ്റുള്ളവർ പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഡിപ്പെൻസ്. മഞ്ജു വാര്യർ എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരുന്ന പറയാം നമ്മുടെ സമരത്തിന്റെ മറ്റേ 5 കസിൻസ് നെല്ലിയാതെ എന്ന് പറയുന്ന ഡയലോഗാണ്. ഓക്കെ ചേച്ചി, അത് ഇപ്പോഴത് ഏത് ഉറക്കത്തിൽ വിളിച്ചെടുപ്പിച്ചാലും ഞാൻ അത് പറയും. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതൊന്നും റിപ്പീറ്റ് ചെയ്യാം. 5 ಕಸಿನ್ಸ್ ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. ഓക്കെ ചേച്ചി, കഥാപാത്രങ്ങളുടെയും ഒക്കെ ആ കഥാപാത്രങ്ങളോട് ആളുകൾക്ക് തോന്നിയ ഇഷ്ടം കൊണ്ട് എനിക്ക് കിട്ടിയ അതിൽ നിന്ന് കുറച്ച് പകർന്നു കിട്ടിയ സ്നേഹം. അസുരൻ, ഓക്കെ, തമിഴില് വെട്രിമാരനോടൊപ്പം ചേർന്ന് അസുരൻ. വെട്രിമാരൻ എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്യാരക്ടർ ഇൻഡെപ്തുകളുള്ള ഒരു സിനിമയാണ്. നമുക്ക് സിനിമയിൽ ഒരുപാട് ഒരു 10 ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ശരി, തിയേറ്ററിൽ നിന്ന് പുറത്ത് വരുമ്പോഴത്തേക്കും ഓരോ ക്യാരക്ടേഴ്സും മനസ്സിൽ തങ്ങുന്ന രീതിയിലാണ് പുള്ളിക്കാരൻ്റെ ഒരു മേക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതിന്റെ ട്രെയിലർ കാണുമ്പോഴത്തേക്കുള്ള ഒരു എഫക്ട് എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ കന്മതത്തിലെ ഒരു ഭാനുമതി തിരിച്ചുവരമായിരിക്കും അത്. ആരുടെ? ഭാനുമതിയുടെ പോലത്തെ ഒരു സ്ട്രോങ് റോൾ ആയിരിക്കും. തിരിച്ചുവരെന്ന് പറഞ്ഞാൽ എന്റെ ആദ്യത്തെ സിനിമയാവട്ടെ. അല്ലേ ഞാൻ പറഞ്ഞ ക്യാരക്ടറിന്റെ ആ ഒരു ഇൻഡെപ്ത് അത്രയും സ്ട്രോങ്. ശരിയാണ്. വെട്രിമാരൻ സാറിന്റെ പടങ്ങളിലെല്ലാം പ്രത്യേകിച്ച് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഒരു കഥാപാത്രത്തിന്റെ ഒരു ദൈർഘ്യത്തിനേക്കാളും കൂടുതൽ എന്താ പറയുക, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലെങ്ത് ഓഫ് ദ ക്യാരക്ടർ